വീഡിയോ ഓൺ ആക്കി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അന്ന ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു. അന്നയ്ക്ക് ഇന്നലെ മുതൽ പനിയായിരുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ പോവാതിരിക്കുകയായിരുന്നു. ചെറിയ പനിയായിരുന്നു. ഇന്നലെ രാവിലെ തുടങ്ങിയതാണ്. വീട്ടിൽ മരുന്നുണ്ടായിരുന്നു, മരുന്ന് കൊടുത്തു. 4 നേരം ഇന്നലെ വൈകിട്ട് മരുന്ന് കൊടുത്തു. ഇന്നും കൊടുത്തു. രാവിലെ സപ്പോസിറ്ററി വെച്ചു. രാവിലെ ഇച്ചിരി പനി കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും വീണ്ടും പനി കൂടി. അപ്പോൾ വീണ്ടും ഡ്രോപ്സ് കൊടുത്തു. അത് കുറഞ്ഞില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പനി കൂടി. പിന്നെ ഞങ്ങൾ ഭയങ്കര 103 പനി. പിന്നെ എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. കാരണം 6 മണി വരെ OP ഉണ്ടായിരുന്നുള്ളൂ. 4:30 നമ്മൾ 4:30 കഴിഞ്ഞല്ലേ നമ്മൾ പോകുന്ന കാര്യം തീരുമാനിക്കുമ്പോൾ തന്നെ പിന്നെ പെങ്ങളെയൊക്കെ വിളിച്ച് അവരിവിടെ ഉണ്ടായിരുന്നുണ്ട്. അവരെ കൊണ്ട് ചീട്ടെടുത്ത് വെപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ 5 മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 5:30 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വന്ന് മരുന്നും മേടിച്ച് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഒന്നും ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. മരുന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തോണ്ടിരുന്ന ഡ്രോപ്സിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? ചെറിയ ഡോസ് ഇച്ചിരി കുറവാണ്. ഡോസ് കൂട്ടി കൊടുക്കാൻ പറഞ്ഞു. മരുന്നൊക്കെ സെയിം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ കുറിച്ച് തന്ന മരുന്നായിരുന്നു. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അളവ് കൂടി പോയാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ആ ഒരു അളവിൽ മാറ്റം വരുത്തി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വന്നത് ദിവസം കൂടെ കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതുവരെ കൊടുത്തേക്കുന്നൊക്കെ കറക്റ്റാണ്. അപ്പോൾ സപ്പോസിറ്ററി എല്ലാം കറക്റ്റ് അളവാണ്. അതുകൊണ്ടാണ് സപ്പോസിറ്ററി കൊടുത്തപ്പോൾ പനി കുറഞ്ഞെന്ന്. അതെ, അപ്പോൾ അതുകൊണ്ട് വൈറൽ ഫീവർ ആയിരിക്കും. അതുകൊണ്ട് വേറെ ഒന്നും പേടിക്കണ്ട. ഒരു ദിവസം കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ ഫംഗ്ഷൻ അടുത്തടുത്ത് വരുവാണ്. അപ്പോൾ ഇന്നെങ്കിലും കൊണ്ടുവന്നില്ല. പിന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇനി ഓരോ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും പ്രശ്നമായി കഴിഞ്ഞാൽ വലിയ വള്ളിക്കെട്ടാവും. അതുപോലെ തന്നെ ഇനി ആദ്യക്ക് പിടിക്കുമെന്നുള്ളതാണ് അടുത്ത ഒരു ടെൻഷൻ കേട്ടോ. കാരണം പനി വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് തൊട്ട് അങ്ങ് പോകും. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. പാലപ്പടക്കം പോലെ ഒരറ്റത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെ അറ്റം വരെ ഉണ്ടാവും. അതെ, എന്തായാലും നാളെ നമുക്ക് കട്ടപ്പനയ്ക്ക് വരേണ്ട ചെറിയ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതെ, ആ ആവശ്യങ്ങളും കൂടി ഈ കൂട്ടത്തിൽ ഏതാണ്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. എല്ലാ കാര്യം നടക്കുമെന്ന് അറിയത്തില്ല. കാരണം ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ മേടിക്കണമെന്നുണ്ട്. അവരെ നമ്മൾ വിളിച്ച് പറഞ്ഞു. പക്ഷേ സംഭവം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എൻ്റെ കൈ ഇവിടെ ഒന്ന് വെക്കട്ടെ താങ്ങാനായിട്ട് ഈ വണ്ടിയുടെ പുറത്ത്. അപ്പോൾ അത് കിട്ടുമെന്ന് അറിയത്തില്ല. ഇനി അതുകൂടെ കിട്ടുവാണെങ്കിൽ നാളെ വരേണ്ട ആവശ്യമുണ്ട്. അതെ, പിന്നെ ഒരു പാഴ്സലുണ്ട് നമുക്ക്. അത് നമ്മൾ അളിയനെ കൊണ്ട് എടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് മേടിക്കണം. അതെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ നടക്കും. അതെ, അന്നമ്മേ ഇവള് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര അവശരായിട്ടോ. ഇങ്ങനെ തളർന്നു കുത്തിയവരായിരുന്നു. അയ്യോ, ഞങ്ങൾ ഈ വണ്ടി ഇച്ചിരി സ്പീഡായിരുന്നു. അതുകൊണ്ടാണോ ഛർദ്ദിച്ചതെന്ന് അറിയത്തില്ല. സ്പീഡും പക്ഷെ ആദ്യമായിട്ട് അവള് വണ്ടിയിലിരുന്ന് ഛർദ്ദിക്കുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ പേടിച്ചു പോയി. ക്ഷീണമുണ്ട്. ഇപ്പൊ പനിയുണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പോഴും നല്ല ചൂടുണ്ട്. കാര്യം അടുത്ത എന്താ പറയാ ഡോസ് കുറച്ചാണ് കൊടുത്തതെങ്കിലും ഇവിടുന്ന് ഡോക്ടർ തന്ന മരുന്ന് കൊടുക്കാൻ സമയമായിട്ടില്ല. നമ്മൾ ഓൾറെഡി മരുന്ന് 1:30 കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഇനി 8 മണിക്കൂർ കഴിയാതെ മരുന്ന് കൊടുക്കാനും പറ്റത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു കൊടുത്ത ഡോസ് കുറവായതുകൊണ്ട് പനി കണ്ടമാനം കൂടുവാണെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞു. ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ml നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. ശരിക്കും നേരത്തെ ഡോക്ടർ എഴുതിയിരുന്ന 0.4 ml ആണ്. ആ നേരത്തെ എന്താ പറയാ ഇവിടെ വന്നപ്പോൾ കുറച്ച് നാൾ മുമ്പത്തെ മരുന്നാ കേട്ടോ. അത് നമ്മൾ കുറച്ചുകൂടെ ഇവൾക്ക് വെയിറ്റ് ആയല്ലോ എന്ന് വിചാരിച്ച് 0.5 ആക്കി. അതിലും കൂടുതൽ കൊടുക്കാൻ ഒരു പേടി. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ഓരോ വാർത്തകളൊക്കെ കണ്ടതല്ലേ പിള്ളേർക്ക് മരുന്നിന്റെ. അതായത് പാരസെറ്റമോള് സിറപ്പ് എഴുതിയിട്ട് ഡോക്ടർ എഴുതിയിട്ട് ഫാർമസിയിൽ നിന്ന് ഡ്രോപ്സ് കൊടുത്ത് മാറിപ്പോയി. അതെ, ഡ്രോപ്സും സിറപ്പും രണ്ടും 2 അളവാണെന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത. അതാരും ശ്രദ്ധിക്കാതിരിക്കരുത്. നമുക്കൊക്കെ ആർക്കും അബദ്ധം പറ്റരുത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു ഡോക്ടർ ചോദിച്ചു എന്തേരെ കൊടുത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 0.5 ml ആണ് കൊടുത്തതെന്ന് പറഞ്ഞത്. ഡ്രോപ്സ് കൊടുത്തോണ്ടിരുന്നത് അത്രയാണ്. അപ്പൊ പറഞ്ഞപ്പോ മാറി 5 ml. ഞാൻ 5 ml എന്നായിപ്പോയി. ഞാൻ 5 ml ആ കൊടുത്തതെന്ന് പറഞ്ഞു. ഡ്രോപ്സ് 5 ml കൊടുത്തു. പേടിച്ചു പോയി ഡോക്ടർ തന്നെ. ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. 0.5 ml കൊടുക്കേണ്ടതാണ് 5 ml എന്ന് പറയും. അപ്പോൾ പറഞ്ഞ അയ്യോ അല്ല മാറിപ്പോയി പറഞ്ഞത്. അതായത് ഡ്രോപ്സും സിറപ്പും രണ്ട് അളവിലാണ് കൊടുക്കേണ്ടതും. അതെ, ഡ്രോപ്സ് ആകുമ്പോൾ കുറച്ച് മതി. ഒറ്റ പ്രാവശ്യം ഒരു ഇച്ചിരി കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിയും. മറ്റേത് നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ എന്തായാലും അതിൻ്റെ അളവ് കൂട്ടി 1.2 ml ആക്കി തന്നിട്ടുണ്ട്.
ഡ്രോപ്സ് ആട്ടോ, അല്ലാതെ സിറപ്പല്ല. രണ്ടും രണ്ടളവാണ്. വ്യത്യാസം ഒരുപാടുണ്ട്. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം അതെ അതെ, അതുകൊണ്ട് ആരും നമ്മൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോയിട്ടൊന്നും സിറപ്പും ഡോക്ടർ പറയുന്ന പോലെ എടുത്തേ കൊടുക്കാവുള്ളൂ. നമ്മൾ പറയുന്നത് കേട്ടൊന്നും ഒന്നും ആർക്കും കൊടുക്കാൻ പോയേക്കില്ല കേട്ടോ. മരുന്നിൻ്റെ കാര്യം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞൊന്നും ആരും ഒന്നും ഒരിക്കലും ചെയ്യരുത്. പനി എന്ത് വന്നാലും കുഞ്ഞു പിള്ളേരുടെ കാര്യത്തിൽ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കൊടുക്കുക. കുറഞ്ഞു പോയാൽ അത് ഒരിക്കലും, അത് കുറച്ച് കൊടുക്കേണ്ട കൂട്ടിയും കൊടുക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് കൊടുത്താൽ മതി. നമ്മള് എന്തെങ്കിലും അത്യാവശ്യത്തിന് കുറച്ച് പെട്ടെന്നൊക്കെ പനി കൂടിയെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ കുറച്ച് ദൂരമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കൊടുക്കുവാണെങ്കിൽ തന്നെ കുറച്ച് കൊടുക്കും. അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പ്രാവശ്യം ഡോക്ടർ ചെന്നപ്പോൾ എഴുതി കൊടുത്തുണ്ടാവുമല്ലോ, അളവുണ്ടാവുമല്ലോ. ആ അളവിൽ മാത്രമേ കൊടുക്കാവുള്ളൂ, കൂട്ടി കൊടുക്കരുത്. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഒരു കൊച്ചിന് മരുന്ന് മാറി കൊടുത്തിട്ട് ആ കൊച്ചിന് ജീവൻ പോയി മരിച്ചില്ലേ കൊച്ചു? അതെ, കാരണം ഡ്രോപ്സിന്റെ സ്ഥാനത്ത് സിറപ്പിന്റെ സ്ഥാനത്ത് ഡ്രോപ്സ് കൊടുത്തു അതേ അളവിൽ. അതായത് ഫാർമസി, അതെ അതെ അതെ, മെഡിക്കൽ സ്റ്റോറുകാരുടെ മിസ്റ്റേക്ക്. അതെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോവാം. ഞങ്ങളിവിടെ പെങ്ങളുടെ അടുത്തൊന്നും കയറുന്നില്ല. കാരണം ഈ പനിയും വെച്ച് അവരുടെ അടുത്ത് കയറി, അവരുടെ അടുത്ത് ഞങ്ങൾ പോകുന്നുണ്ട്. മുറ്റത്ത് വരെ പോകും. മുറ്റത്ത് വരെ പോയിട്ട് കുറച്ച് സാധനമൊക്കെ അതൊന്നും മേടിക്കാനൊക്കെ ഉണ്ട്. അയ്യോ, അവർ വരുമ്പം അവർ മണ്ണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു. ചെടി നടാൻ വേണ്ടി മണ്ണ്. പപ്പാളം പിടിച്ചുള്ള ഓട്ടോ അല്ലായിരുന്നോ? മറന്നുപോയി. ഇവിടുന്ന് ഇച്ചിരി മണ്ണ് കുഴിച്ചാലോ? അപ്പോൾ അവരുടെ അടുത്ത് പോകണം. അപ്പോൾ അവർ ചെടി നടാൻ വേണ്ടി വീട്ടിൽ കുറച്ച് മണ്ണെടുത്ത് ചാക്കിനകത്ത് കയറ്റി വെച്ചതാ. അപ്പോൾ അത് എടുത്ത് വെച്ചില്ല, എടുത്ത് വെക്കാമെന്ന് അന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി പറഞ്ഞു വേണ്ട, ഞാൻ സമയമാകുമ്പോൾ എടുത്തോളാം എന്ന് പറഞ്ഞു. എടുക്കാൻ നിന്നാലും താമസിക്കും, ഓർത്തുമില്ല. എടുത്ത് വെച്ചാൽ പോലും ഓർക്കുകയില്ല, മറന്നുപോയി. വെപ്പാളം പിടിച്ചുള്ള ഓട്ടമായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ അവരുടെ അടുത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാനുണ്ട്. അതായത് പാഴ്സൽ ഇവിടെ വന്ന് അവരെടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോകാനുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ അന്നക്കുഞ്ഞിന് പനി പറയാൻ വേണ്ടി, അല്ലേ? അന്നമ്മോ, അതെ, മിടിക്കുക പഴയ പോലെ. ഇപ്പോൾ ഒരു ആക്റ്റീവ് ഒന്നും അല്ല, ഞങ്ങൾ ഇച്ചിരി ഒന്ന് ശോകമാണ്. തട്ടുന്നൊക്കെ ഉണ്ട്, ഇവിടെ ഇരുന്നുണ്ട് വെള്ളത്തിനിട്ട്. വെള്ളമൊന്നും എനിക്കങ്ങ് വേണ്ടത്, ഗീർ മാറ്റുമോ, ഞാൻ വണ്ടി ഓടിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. കൈ കഴിച്ചു കേട്ടോ. സോറി, വീഡിയോ ഓൺ ആക്കി. ഓക്കെ, വെട്ടമില്ലല്ലേ? ശോകം. ഓ വേണ്ട വേണ്ട, ഇനി ഓണം നോക്കണ്ടേ. ഇപ്പൊ വെട്ടമുണ്ട് കേട്ടോ. ഇന്നേ റോഡ് പോവാന്ന് പറഞ്ഞേ. അത് കൊടുത്തു നോക്കിയാലോടി, ഒന്നെടുത്ത് കൊടുത്ത്. എന്നാ ഞങ്ങൾ പോട്ടെ.